ഇപ്പോൾ വിധി വന്നിരിക്കുകയാണ്. പ്രതിക്ക് ജീവപര്യന്തമാണ്. ഇപ്പോൾ കുടുംബാംഗങ്ങളും ഇവിടെയുണ്ട്. അച്ഛനും അമ്മയും വിധി കേൾക്കാൻ എത്തിയിരുന്നു. അച്ഛനോട് ചോദിക്കാം, വിധിയിൽ സംതൃപ്തനാണ്? സംതൃപ്തനാണ്. അമ്മ ജീവപര്യന്തമാണ് പ്രതിക്ക് വിധിച്ചിരിക്കുന്നത്. അമ്മയ്ക്ക് എന്താ പറയാം? സന്തോഷം. ഇപ്പോൾ അമ്മയുടെ അച്ഛൻ്റെ പ്രതികരണമാണ് കേട്ടത്. അന്വേഷണ ഉദ്യോഗസ്ഥനും അഭിഭാഷകനും നമ്മളൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹം രണ്ടുപേർ അന്വേഷണ ഉദ്യോഗസ്ഥനും പ്രത്യേക പരാമർശം കോടതിയിൽ നൽകിയിട്ടുണ്ട്. അഭിനന്ദനങ്ങൾ അർപ്പിക്കണമെന്ന് തന്നെ. സാറേ, വലിയൊരു വെല്ലുവിളിയുള്ളൊരു കേസ് തന്നെയായിരുന്നു. ഇപ്പോൾ കോടതി ഉൾപ്പെടെ അംഗീകാരം കൂടെ നൽകിയിരിക്കുകയാണ്. ശരിയാണ്. നമ്മൾ പത്തനംതിട്ട അന്നത്തെ SP ജയദേവ് സാറ്, DYSP ഉമേഷ് സാറ്, അങ്ങനെ തിരുവല്ല പോലീസ് സ്റ്റേഷനിലെ ഒരു നല്ലൊരു ശതമാനം പോലീസ് ഉദ്യോഗസ്ഥരുടെ കൂട്ടായ തെളിവ് ശേഖരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കേസ് മുന്നോട്ട് പോയത്. അങ്ങനെ ഞങ്ങൾ കണ്ടെത്തിയ കേസിൻ്റെ വിവരങ്ങൾ നല്ല കൃത്യമായി കോടതിയിൽ ഏറ്റവും ബഹുമാന്യനായിട്ടുള്ള ഹരിശങ്കർ പ്രസാദ് സാർ എത്തിച്ചപ്പം ഇത്രയും വളരെ നല്ലൊരു വിധിയിലേക്ക് എത്താൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷവാനാണ്. അതിലേറ്റവും കൂടുതൽ ഈ കേസിൻ്റെ അന്വേഷണ വേളയിൽ കേസിൻ്റെ ഭാഗമായിരുന്ന മനോജ് കുമാർ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ കഴിഞ്ഞ 2 മാസത്തിന് മുമ്പേ അകാലത്തിൽ മരണപ്പെട്ടു പോയിരുന്നു ഒരു ആക്സിഡൻറ്റിൽ. മനോജ് അടക്കം ഈ കേസിൻ്റെ വളരെ നിർണായകമായ അന്വേഷണത്തിൻ്റെ ഭാഗമായിരുന്നു. ഈ കേസിൽ ഇത്തരത്തിലൊരു വിധി കിട്ടിയതിൽ വളരെ സന്തോഷം ഉണ്ട്. തീർച്ചയായിട്ടും കൃത്യമായ അന്വേഷണം, അതുപോലെ കോടതിയിൽ കാര്യങ്ങൾ കൃത്യമായി പ്രോസിക്യൂഷൻ അവതരിപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ ഇരു കൂട്ടർക്കും, പ്രോസിക്യൂഷനും അതുപോലെ പോലീസിന് അഭിനന്ദനങ്ങൾ കിട്ടിയിരിക്കുകയാണ്. ഒരു വിജയം തന്നെയല്ല, അല്ലെങ്കിൽ കവിതയുടെ കുടുംബത്തിന് നീതി ലഭിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും വിധിയെ സ്വാഗതം ചെയ്യുന്നു. കവിതയുടെ കുടുംബത്തിന് നീതി കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ കോടതി 5 ലക്ഷം രൂപ നഷ്ടപരിഹാരവും പറഞ്ഞിട്ടുണ്ട്. അത് പ്രതിയിൽ നിന്നും അടയ്ക്കാത്ത പക്ഷം പ്രതിയിൽ നിന്ന് ഈടാക്കാനും ബഹുമാനപ്പെട്ട കോടതിയുടെ വിധിയിൽ പറഞ്ഞിട്ടുണ്ട്. കൃത്യമായ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് തന്നെ കൃത്യമായി തന്നെ ആ ശിക്ഷ നമുക്ക് ആവശ്യപ്പെടുന്നതിന് കിട്ടാൻ സാധിച്ചു. അതെ, ശിക്ഷ ഈ പറഞ്ഞ പോലെ തന്നെ പൂർണ്ണമായി സ്വാഗതം ചെയ്തു. നല്ല വിധി തന്നെയാണ് വന്നിട്ടുള്ളത്. വിധി കൂടുതൽ അതിലേറ്റവും പ്രധാനമായി ഈ പറഞ്ഞ പോലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ അന്വേഷണത്തെ കോടതി അഭിനന്ദിച്ചിട്ടുണ്ട്. ഏറ്റവും മികച്ച രീതിയിൽ അന്വേഷണം നടത്തി. അതുകൊണ്ട് തന്നെ പത്തനംതിട്ട ഡിസ്ട്രിക്ട് പോലീസ് ചീഫിനും എറണാകുളം ഡിസ്ട്രിക്ട് പോലീസ് ചീഫിനും ഈ വിധിന്യായത്തിൻ്റെ പകർപ്പ് കോടതി തന്നെ നൽകുകയും അവിടെ നിന്ന് അവർ രണ്ടുപേരും പ്രശംസാപത്രം നൽകുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൺസിഡർ ചെയ്യണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയുടെ വിധിയിൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് കൃത്യമായി അന്വേഷണം നടത്തി അതിന് കവിതയുടെ കുടുംബത്തിന് നീതി കിട്ടിയിരിക്കുകയാണ്. 2019 മാർച്ച് 12-നായിരുന്നു ഈ കൊലപാതകം നടന്ന നാടിനെ നടുക്കിയ വലിയ വാർത്തയായിരുന്നു. അന്ന് പട്ടാപ്പകലാണ് ഒരു 19-കാരിയെ സഹപാഠിയായിരുന്ന അജിൻ മാത്യു തിരുവല്ലയിൽ വെച്ച്, നഗരമധ്യത്തിൽ വെച്ച് പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്തിയത്. അത് ആ പ്രണയ പകയിലാണ് ഒരു ജീവൻ പൊലിഞ്ഞത്. ആ പ്രതിക്ക് കൃത്യമായ ശിക്ഷ ഇപ്പോൾ പത്തനംതിട്ട കോടതിയിൽ നിന്ന് വിധിച്ചു എന്നതാണ് ആശ്വാസകരമായ കാര്യം. എന്തായാലും കുടുംബാംഗങ്ങൾ ആ വിധിയിൽ സംതൃപ്തി രേഖപ്പെടുത്തിയിട്ടുമുണ്ട്.